സർക്കാർ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും വിവാഹവും സാമ്പത്തികമായി സുരക്ഷിതമാക്കാൻ ആരംഭിച്ച ഒരു പ്രധാന സമ്പാദ്യ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. പെൺകുട്ടികളുടെ ഭാവി ഉറപ്പാക്കുന്നതിന് ഏറ്റവും വിശ്വാസയോഗ്യമായ നിക്ഷേപ പദ്ധതികളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. സുകന്യ സമൃദ്ധി യോജന ഒരു സമ്പാദ്യ പദ്ധതി മാത്രമല്ല, പെൺകുട്ടികളുടെ സ്വപ്നവും സുരക്ഷിതമായ ഭാവിക്കും അടിത്തറയിടുന്ന ഒരു സാമൂഹിക പദ്ധതിയാണ്. വിദ്യാഭ്യാസവും വിവാഹവും പോലുള്ള പ്രധാന ജീവിതഘട്ടങ്ങളിൽ സാമ്പത്തിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഈ പദ്ധതി വലിയ പങ്കുവഹിക്കുന്നു. അതിനാൽ എല്ലാ രക്ഷിതാക്കളും ഈ പദ്ധതിയുടെ ഗുണങ്ങൾ മനസ്സിലാക്കി പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് ഉചിതമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയവും വിശ്വാസയോഗ്യവുമായ സേവിങ്സ് പദ്ധതികളിൽ ഒന്നാണ് ഇത്. 2026 ജനുവരി 22 സുകന്യ സമൃദ്ധി പദ്ധതി ആരംഭിച്ചിട്ട് 11 വർഷം പൂർത്തിയായി. രാജ്യത്തെ സാധാരണ കുടുംബങ്ങൾക്ക് പോലും പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കുന്ന ഒരു ദീർഘകാല സാമ്പത്തിക പദ്ധതി എന്ന നിലയിലാണ് സുകന്യ സമൃദ്ധി യോജന വലിയ സ്വീകാര്യത നേടുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം, ഉയർന്ന പഠനം, ഭാവിയിലെ സാമ്പത്തിക ആവശ്യങ്ങൾ തുടങ്ങിയവയ്ക്കായി മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ ഈ പദ്ധതി വലിയ സഹായമാണ്. ഈ പദ്ധതിയിലൂടെ 21 വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 70 ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ കഴിയുമെന്ന തരത്തിലുള്ള കണക്കുകൾ പലരുടെയും ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സുകന്യ സമൃദ്ധി യോജന ആരംഭിച്ചതിനു ശേഷം രാജ്യത്താകമാനം 4.53 കോടിയിലധികം അക്കൗണ്ടുകളാണ് തുറന്നിരിക്കുന്നത്. കുറഞ്ഞ റിസ്കുള്ള നിക്ഷേപം, സർക്കാർ പിന്തുണയുള്ള പദ്ധതി എന്ന വിശ്വാസം, നിക്ഷേപ പ്രിൻസിപ്പൽ തുകയ്ക്കും പലിശയ്ക്കുമുള്ള ഗ്യാരണ്ടി എന്നിവയാണ് ഈ പദ്ധതിയുടെ ജനപ്രിയത വർദ്ധിപ്പിച്ച പ്രധാന ഘടകങ്ങൾ. നിലവിൽ സുകന്യ സമൃദ്ധി യോജനയ്ക്ക് വാർഷികമായി 8.2% പലിശയാണ് ലഭിക്കുന്നത്. പെൺകുട്ടിയുടെ ജനന സമയം മുതൽ കുട്ടിക്ക് 10 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് ഏതു സമയത്തും അക്കൗണ്ട് തുറക്കാം. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമാണ് അനുവദിക്കുക. ഒരു കുടുംബത്തിൽ പരമാവധി 2 അക്കൗണ്ടുകൾ വരെ തുറക്കാനാണ് അനുവാദം. കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ അക്കൗണ്ട് മാതാപിതാക്കളോ നിയമപരമായ ഗാർഡിയനോ ആണ് നിയന്ത്രിക്കുക. പിന്നീട് കുട്ടിക്ക് തന്നെ അക്കൗണ്ട് സ്വയം മാനേജ് ചെയ്യാനുള്ള അവകാശം ലഭിക്കും. ഈ നിക്ഷേപ പദ്ധതിയിൽ കുറഞ്ഞ വാർഷിക നിക്ഷേപ തുക 250 രൂപയാണ്. പരമാവധി ഒരു വർഷം നിക്ഷേപിക്കാവുന്ന തുക 1.5 ലക്ഷം രൂപയാണ്. അക്കൗണ്ട് തുറന്നത് മുതൽ 15 വർഷത്തേക്ക് നിക്ഷേപം നടത്താം. അക്കൗണ്ട് ആരംഭിച്ചിട്ട് 21 വർഷം പൂർത്തിയാകുമ്പോഴാണ് അത് മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ സമയത്തിന് മുൻപ് പിൻവലിക്കൽ അനുവദിക്കുകയുള്ളൂ. കൂടാതെ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 80C പ്രകാരം നികുതി ഇളവുകളും ഈ പദ്ധതിയിലൂടെ ലഭിക്കും. ഒരു വർഷം പരമാവധി നിക്ഷേപ തുകയായ 1.5 ലക്ഷം രൂപ വീതം തുടർച്ചയായി നിക്ഷേപിച്ചാൽ 21 വർഷങ്ങൾക്ക് ശേഷം അക്കൗണ്ട് മെച്യൂരിറ്റിയിലെത്തുമ്പോൾ ഏകദേശം 70 ലക്ഷം രൂപ വരെ ലഭിക്കുമെന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് നിലവിലെ 8.2% പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരുകയും നിക്ഷേപം സ്ഥിരമായി നടത്തുകയും ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കോമ്പൗണ്ടിംഗ് രീതിയിൽ കണക്കാക്കുന്നത്. അതേസമയം ഈ കണക്കുകൾ വിലയിരുത്തുമ്പോൾ പണപ്പെരുപ്പം എന്ന ഘടകവും പരിഗണിക്കേണ്ടതുണ്ട്. പൊതുവെ സമയം കടന്നു പോകുന്തോറും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഭാവിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, സ്കിൽ ഡെവലപ്മെന്റ്, മറ്റാവശ്യങ്ങൾ എന്നിവയ്ക്ക് വരുന്ന ചിലവുകൾ ഇന്നത്തെ ചിലവുകളേക്കാൾ ഏറെ കൂടുതലായിരിക്കും. പ്രതിവർഷം ശരാശരി 5-6% തോതിലാണ് പണപ്പെരുപ്പം നിലനിൽക്കുന്നത് എന്ന് കരുതിയാൽ 21 വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന 70 ലക്ഷം രൂപയ്ക്ക് ഇന്നത്തെ മൂല്യത്തിൽ ഏകദേശം 22 മുതൽ 28 ലക്ഷം രൂപയുടെ വാങ്ങൽ ശേഷിയെ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഭാവിയിൽ പണപ്പെരുപ്പം ഉയർന്നാൽ അതിനനുസരിച്ച് സർക്കാർ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്ന സാഹചര്യത്തിൽ ഈ നിക്ഷേപത്തിന് കൂടുതൽ റിട്ടേൺ ലഭിക്കാനും സാധ്യതയുണ്ട്. അതേസമയം പണപ്പെരുപ്പം നിയന്ത്രിതമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിക്ഷേപിച്ച തുകയ്ക്ക് കൂടുതൽ യഥാർത്ഥ മൂല്യം ലഭിക്കുകയും ചെയ്യും. അതിനാൽ ദീർഘകാല ലക്ഷ്യങ്ങൾ മുൻനിർത്തി സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ ഒരു നിക്ഷേപ മാർഗമായി സുകന്യ സമൃദ്ധി യോജനയെ കണക്കാക്കാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.